അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സർവകലാശാല അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. ആരോഗ്യ സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനാണ് റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ട് ലഭിച്ച ഉടൻ വിസി തന്റെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തി ഗവർണർക്ക് കൈമാറും. നിലവിലെ പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നാണ് കുടുംബത്തിന്റെ നിലപാട്. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് മാത്രം അന്വേഷണം ഒതുങ്ങുന്നു എന്നാണ് പരാതി. കേസിൽ പ്രതി ചേർത്ത അധ്യാപകരെ ഇതുവരെ കണ്ടെത്താനും പോലീസിന് സാധിച്ചിട്ടില്ല. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിജിത്ത്, രണ്ട് തലത്തിലുള്ള അന്വേഷണമാണ്. ഒന്ന് സർവകലാശാല നടത്തുന്നത്, അതിൽ നേരത്തെ കോളേജിനെതിരെ കടുത്ത നടപടിയുണ്ടാകും എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഈ വിദ്യാർത്ഥികളുടെ തുടർച്ചയായുള്ള പരാതികൾക്ക് പിന്നാലെ. മറ്റൊന്ന് പോലീസിന്റെ അന്വേഷണമാണ്. അതിലിപ്പോഴും റാമിനെയും സംഗീതയെയും 8 ദിവസം പിന്നിടുമ്പോഴും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതിൽ സംശയമുന്നയിക്കുന്നുണ്ട്, സംരക്ഷണം തീർക്കുന്നുവെന്ന സംശയമുന്നയിക്കുന്നുണ്ട് കുടുംബം. അഭിജിത്ത് മുഴക്കുന്നു. ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ അജിത് നീലകണ്ഠന്റെ നേതൃത്വത്തിലുള്ള ആരോഗ്യ സർവകലാശാല അന്വേഷണ സമിതി അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലേക്ക് എത്തിയത്, വിശദമായ തെളിവെടുപ്പ് നടത്തിയത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ സർവകലാശാലയുടെ അന്വേഷണ സംഘം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. വിദ്യാർത്ഥികളിൽ നിന്ന്, ജീവനക്കാരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവിടെയുള്ള കംപ്ലയിന്റ് കമ്മിറ്റി അടക്കം അതിന്റെ പ്രവർത്തനമടക്കം ശരിയായ രീതിയിലല്ല എന്ന വിമർശനം ഉയർന്നു കേൾക്കുന്നതിനിടയിൽ ആരോഗ്യ സർവകലാശാല വിസി ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകാൻ പോകുന്നു. എന്ത് നടപടി സർവകലാശാലയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നത് ശ്രദ്ധേയമാണ്. മറ്റൊന്ന് പോലീസിന്റെ അന്വേഷണം, അത് തൃപ്തികരമല്ല എന്ന് കുടുംബം പറയുന്നു. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അഭിജിത്ത്, തുടരാം. അഭിജിത്ത്, സൂചിപ്പിച്ചതുപോലെ തന്നെ വിസി മോഹനൻ കുന്നുമ്മൽ ഈ റിപ്പോർട്ട് അത് ഗവർണർക്ക് കൈമാറും. ഈ ഗവർണർ കൃത്യമായി തന്നെ കർശനമായ നടപടി സ്വീകരിക്കണം. അധ്യാപകരുടെ ഭാഗത്ത്, ഈ കോളേജിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന്റെ ഒരു ബാക്കിയെന്നോളമായിരുന്നു അവിടെ പരിശോധനയും തെളിവെടുപ്പും മൊഴി ശേഖരിക്കലും ഒക്കെ നടക്കുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണം അത് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ലോൺ ആപ്പുകളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് നോയിഡയിലെത്തി ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേരെ പോലീസ് പിടികൂടുകയും ചെയ്തത്. അത് ഈ കോളേജിലെ അധ്യാപികയായ ലത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു. നിതിൻ രാജ് ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുക്കുകയും ശേഷം ഈ അധ്യാപികയായ ലതയുടെ ഫോണിലേക്ക് ലോൺ ആപ്പിൽ നിന്ന് നിരന്തരം ഭീഷണി ഫോൺ കോളുകൾ എത്തുന്നു എന്നുള്ളതായിരുന്നു പരാതി. അങ്ങനെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് കേസെടുത്ത് ഈ 3 പേരെ പിടികൂടിയിട്ടുള്ളത്. അതേസമയം തന്നെ നിതിൻ രാജിന്റെ മരണത്തിലും ചക്കരക്കൽ പോലീസ് ഒരു FIR ലോൺ ആപ്പിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ലോൺ ആപ്പിന് കൃത്യമായ പങ്ക് നിതിൻ രാജിന്റെ മരണത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ നിലവിലെ ഒരു അനുമാനം. അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ വലിയ ആക്ഷേപം കുടുംബത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ ലോൺ ആപ്പിനെ മാത്രം കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ആ ആരോപണത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം ഈ കോളേജിൽ വെച്ച് ജാത്യാധിക്ഷേപം, ആ രീതിയിലുള്ള അധിക്ഷേപങ്ങളൊക്കെ നിതിൻ രാജ് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു കാരണമായാണ് നിതിൻ രാജ് ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഡോക്ടർ MK റാം, ഡോക്ടർ സംഗീത എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണയും SC/ST വകുപ്പും ഒക്കെ ചേർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ നിലവിൽ ഇതുവരെ ഈ 2 പേരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ 2 പേരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾക്ക് ഈ മരണത്തിൽ യാതൊരു പങ്കുമില്ല. ഈ സംഭവം നടക്കുമ്പോൾ, അതായത് നിതിൻ രാജിന്റെ ആത്മഹത്യ നടക്കുമ്പോൾ തങ്ങൾ നിതിൻ രാജിനെ ചോദ്യം ചെയ്ത പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ 2 പേരുടെയും വാദം. അതായത് തങ്ങൾ ഈ സ്ഥലത്തേ ഇല്ലായിരുന്നു എന്നുള്ള വാദമാണ് കോടതിക്ക് മുൻപാകെ ഏതായാലും ഈ 2 അധ്യാപകരും വെക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഏതായാലും കുടുംബം ഒരു ആരോപണമായി മുന്നോട്ട് വെക്കുന്നത് ഇതിൽ ലോൺ ആപ്പിനെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം പോയാൽ പോരാ, മറിച്ച് ഈ കോളേജിൽ നടന്ന സംഭവങ്ങൾ, ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നടന്ന കാര്യങ്ങൾ കൂടി കൃത്യമായി അന്വേഷിക്കണം. അതിലേതെങ്കിലും തരത്തിലുള്ള ഇടപെടലാണോ നിതിൻ രാജിന്റെ മരണത്തിലേക്ക് കടക്കാൻ കാരണമായത് എന്നുള്ളത് തന്നെയാണ്. പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ആരോഗ്യ സർവകലാശാലയുടെ അന്വേഷണവും മറുഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ശരി, അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.